ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കൊണ്ട് നല്ല സ്വാദിഷ്ടവും നല്ല ശരീരത്തിന് നല്ല ആരോഗ്യവും കിട്ടുന്നതുമായ ഒരു പക്കോട ഉണ്ടാക്കാം. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വേണ്ടി ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊളിച്ച് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഗ്രീൻ പീസ് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 250 ഗ്രാം കാണും. ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് സാധനങ്ങളെല്ലാം ഈ ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, റവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിയില, അരിപ്പൊടി, ഉപ്പ്, അരിമോദകം, ഇഞ്ചി അരിഞ്ഞത്, ചാട്ട് മസാല, കായം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ റൊട്ടിയുടെ പരുവത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളത്തിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രീൻ പീസ് ചതച്ചതുകൊണ്ട് ആ ഇതിൽ നല്ലതുപോലെ ഇത് കുഴഞ്ഞ് കിട്ടും. നമുക്ക് റൊട്ടിയുടെ പരുവത്തിന് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് നേരം അത് ഒന്ന് അടച്ചു വയ്ക്കാം. ഞാനത് കുഴച്ച് വെച്ച് ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ അത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല പച്ചക്കറിയാണ്. മീഡിയം തീയിൽ വെച്ചാൽ ഇതിൻ്റെ അകമെല്ലാം വെന്ത് നന്നായിട്ട് നമുക്ക് ഇത് മുരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ഒരു വശം ഇതിൻ്റെ മൂത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ വശം കൂടി തിരിച്ചിട്ട് നമുക്കത് നല്ലതുപോലെ വെന്ത് മുരിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സോസിൻ്റെ കൂടെ കഴിക്കാനും ഇത് വളരെ ടേസ്റ്റുള്ളതാണ്. എങ്കിലും ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ ഇത് വളരെയധികം ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പക്കോട മൂത്തിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ഗ്രീൻ പീസിൻ്റെ പക്കോട ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ബാക്കിയുള്ളത് കൂടി ഞാൻ അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും മൂത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം നമുക്ക് കോരിയെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ടതിന് താങ്ക് യു.